മാധ്യമപ്രവർത്തകർ സ്വാഭാവികമായും അദ്ദേഹത്തോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്. ഈ പരാമർശങ്ങളുടെ പേരിൽ മാപ്പ് പറയുമോ എന്ന് രാഹുലിനോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഒരു തരത്തിലും RSSനോടോ BJPയോടോ മാപ്പ് പറയില്ല എന്ന് രാഹുൽ പറയുകയാണ്. അതെന്താ? ഞാൻ തറവാട്ടി പറഞ്ഞവനാ. പക്ഷേ രാഹുലിന്റെ ചില മുൻകാല ചെയ്തികൾ എടുത്തു നോക്കുകയാണെങ്കിൽ 1-2 ചെറിയ ഉദാഹരണങ്ങൾ മാത്രമാണ് ഞാൻ പറയുന്നത്. RSSനെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് അൺകണ്ടീഷണലായി മാപ്പ് പറയുന്ന രാഹുലിനെ നമ്മൾ കണ്ടിട്ടുണ്ട്. ചൌക്കിദാർ ചോർഹെ എന്ന് പറയുന്ന റഫേൽ വിവാദവുമായി ബന്ധപ്പെട്ടുള്ള പരാമർശങ്ങളിൽ സുപ്രീം കോടതിയിൽ നിരുപാധികം മാപ്പ് പറയുന്ന രാഹുലിനെ കണ്ടിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ കാർത്തികേയ സിംഗ്, അതായത് ശിവരാജ് സിംഗ് ചൗഹാന്റെ മകൻ, ആ മകനെതിരായ അപകീർത്തി കേസിലും നിരുപാധികം മാപ്പ് പറയുന്ന രാഹുലിനെ നമ്മൾ കണ്ടിട്ടുണ്ട്. നീ എത്ര പുളു വേണമെങ്കിലും അടിച്ചോ, പക്ഷെ കേൾക്കുന്നവർ കൂടി ദഹിക്കണം. എനിക്ക് വായി തോന്നുക ഞാൻ പറയും. കയ്യടി വാങ്ങാൻ വേണ്ടി ചില കാര്യങ്ങൾ അങ്ങ് വിളിച്ചു പറയുക, ഒരു ഓതന്റിസിറ്റിയും കാണില്ല. കോടതിയിൽ കേസ് വരുമ്പോൾ കൈയൊഴിയുക, മാപ്പ് പറയുക. ഇത് രാഹുൽ കുറേ നാളായിട്ട് നമ്മൾ കാണുന്ന ഒരു ചിത്രമാണ്. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ? ബഹുമാന്യനായ ഇന്ത്യയുടെ പാർലമെന്റിലെ പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധിയോട് നിങ്ങൾക്കുള്ള ഒരു അതൃപ്തിയും പ്രതിഷേധവും ഒക്കെ ജനങ്ങൾക്ക് മനസ്സിലാകുന്നതാണ്. പാർലമെന്റിലെ ഒരു സംവാദ വേദിയിൽ അദ്ദേഹത്തിന് അവകാശപ്പെട്ട സമയത്ത് അദ്ദേഹം പ്രസംഗിക്കാൻ എഴുന്നേൽക്കുമ്പോൾ അദ്ദേഹത്തിനെ നിശബ്ദനാക്കുന്നു. അദ്ദേഹത്തിന് ഒരു മിനിറ്റ് അതൊന്ന് പറഞ്ഞു പോകണം. നിശബ്ദനാക്കുന്നു എന്ന് പറയുമ്പോൾ PCR-ൽ അതുമായി ബന്ധപ്പെട്ട ഇന്ന് പാർലമെന്റിൽ നടന്ന ഒരു വീഡിയോയുണ്ട്. അതൊന്ന് നമുക്ക് കണ്ടിട്ട് അങ്ങ് ഈ ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് പറയണം. എന്താ ഉറക്കം വരുന്നു. लेकिन बोलेंगे आप? माइक नहीं है सर. माइक तो चालू है. आप बोलो लेकिन सदन की നമ്പർ കൊള്ളായിരുന്നു, പക്ഷെ ടൈമിംഗ് തെറ്റിപ്പോയി. എന്റെ മൈക്ക് ഓഫ് ആണെന്ന് രാഹുൽ സംസാരിക്കുകയാണ്. എന്റെ മൈക്ക് ഓഫ് ആണെന്ന് പറയുന്നത് പാർലമെന്റിൽ ഉടനീളം കേൾക്കാമായിരുന്നു, ആ സംപ്രേഷണത്തിലും കേൾക്കാമായിരുന്നു. നോക്കൂ, അപ്പോൾ ലോക്സഭാ സ്പീക്കർ പറയുന്നുണ്ട് അങ്ങയുടെ മൈക്ക് ഓണാണ്, അങ്ങ് സംസാരിക്കുന്നത് ഞങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ എന്ന് പറയുകയാണ്. അപ്പോഴാണ് ആ കള്ളത്തരം മനസ്സിലാകുന്നത്. നോക്കൂ, രാഹുൽ ആ മൈക്കിന്റെ സ്വിച്ച് ഓഫ് ചെയ്യുന്നത് നമ്മൾ കണ്ടു. ആ ഓഫ് ചെയ്തിട്ട് ഇങ്ങനെ ഡ്രാമ കാണിക്കുന്നതിന്റെ കാര്യം എന്താണ്? വളരെ കൃത്യമായി പ്രതിപക്ഷ നേതാവ് എണീക്കുമ്പോൾ മൈക്ക് ഓണാണ്, പക്ഷേ തന്നെ നിശബ്ദനാക്കാൻ നോക്കുന്നു എന്നുള്ളൊരു നാടകം കളിക്കുന്ന രാഹുലിനെയാണ് കണ്ടത്. പണിയെടുത്ത് തിന്നണമെന്നൊക്കെ ആഗ്രഹമുണ്ട് സാറേ, പക്ഷെ പറഞ്ഞു പറ്റിച്ച് തിന്നാലേ വായിന്നിറങ്ങുള്ളൂ, ശീലായിപ്പോയി. പല ഘട്ടങ്ങളിലും അസത്യ പ്രസ്താവനകൾ നടത്തി കയ്യടി നേടാൻ രാഹുൽ നടത്തിയ ശ്രമങ്ങളെല്ലാം നമ്മുടെ മുന്നിൽ ഉണ്ട്. ഇന്ന് പാർലമെന്റിൽ നടന്നതും അത്തരത്തിൽ ഒരു കയ്യടി നേടാനുള്ള നീക്കം മാത്രമായിരുന്നോ പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്? അല്ല, നീലമ്മയുടെ ചോദ്യത്തിൽ ഒരു തെറ്റുണ്ട്. കയ്യടി നേടാനുള്ള നീക്കമാണോ എന്ന് വെച്ചാൽ അവരുടെ ആൾക്കാർ പോലും ഇദ്ദേഹത്തിന് കയ്യടിക്കില്ലെന്ന് ഒരു സംശയവും അക്കാര്യത്തിൽ വേണ്ട. കാരണം ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം നുണ പറയുക എന്ന് പറയപ്പെടുന്നത്, അല്ലെങ്കിൽ വസ്തുതാവിരുദ്ധമായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ പറയുക എന്ന് പറയപ്പെടുന്നത്, അത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി കാണുന്ന രീതിയിലാണ് കുറേ വർഷങ്ങളായി പോയിക്കൊണ്ടിരിക്കുന്നത്. അത് SIR-ൻ്റെ വിഷയത്തിലായിക്കോട്ടെ, വോട്ട് ചോരിയുടെ വിഷയത്തിലായിക്കോട്ടെ, നിരവധി കാര്യങ്ങളിൽ അദ്ദേഹം മുൻപ് പറഞ്ഞ കാര്യം. ആദ്യം അണുബോംബ് അടിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ അണുബോംബാണ് പൊട്ടിക്കാൻ പോണത് വാർത്താ സമ്മേളനത്തിൽ. ആ ബോംബ് മറ്റേ പൊട്ടാസ് പോലെ പൊട്ടി, പിന്നെ ഹൈഡ്രജൻ ബോംബായി, പിന്നെ പലതരം ബോംബുകൾ പൊട്ടിക്കുന്നു എന്ന് ഒരു വാർത്താ സമ്മേളനത്തിൽ. പിന്നെ കുറേ കാര്യങ്ങൾ പറയും. പിന്നെ ഒരു തരത്തിലും അന്തവും കുന്തവും ഇല്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കും. ഞാൻ ചോദിക്കുന്നു, എൻ്റെ പ്രതിപക്ഷ നേതാവ്, അദ്ദേഹം കോൺഗ്രസിൻ്റെ അല്ല, എൻ്റെ രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ഇങ്ങനെ ആയിരിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ എൻ്റെ നാടിൻ്റെ പ്രതിപക്ഷ നേതാവ് കഷ്ടകാലം കൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ആയില്ല, ഇതേപോലെ ദയനീയമായി പോയി എന്നുള്ളത്. എങ്ങനെ ആയിരിക്കണമെന്ന് നമ്മൾ ആഗ്രഹിച്ചോ അതിൻ്റെ വിരുദ്ധമായിട്ടുള്ള ഒരു പ്രതിപക്ഷ നേതാവായി അത് പേറേണ്ട ഗതികേട് നമുക്ക് വന്നു എന്നുള്ളതാണ് നാടിന്ന് കാണുന്ന ഏറ്റവും വലിയ പ്രയാസം. മോഡി വിരോധത്തിന്റെ ഭാഗമായി വിഘടന ശക്തികളെ കൂട്ടുപിടിച്ചുകൊണ്ട് രാഷ്ട്രീയപരമായിട്ടുള്ള താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിൽ സ്വന്തം കൈകളിലേക്ക് അത് എങ്ങനെയെങ്കിലും എത്തിപ്പെട്ടാൽ അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് ആ കാവടി ഞങ്ങളുടെ തലയിൽ വെച്ചൊന്ന് ഞങ്ങളൊന്ന് ആഘോഷക്കാവടിയാക്കി ആടിക്കൊള്ളാം എന്ന് പറഞ്ഞ് രാഷ്ട്രീയത്തിന്റെ നാണക്കേടുമായി നിങ്ങൾ വന്നാൽ നിങ്ങൾക്കൊക്കെ ആരും മറുപടി തരാൻ, നിങ്ങളൊക്കെ ആരും ഭയപ്പെടാൻ? കേന്ദ്ര സർക്കാർ ഇന്നും ഞങ്ങൾ 3ാം തവണ ഭരിക്കുന്നുണ്ടെങ്കിൽ ജനാധിപത്യത്തിലാണ്.
അത് ആദ്യം നിങ്ങൾ 3-ാം തവണ നിങ്ങളുടെ സൂപ്പർ സ്റ്റാർ അപ്പുറത്തിരിക്കുന്നില്ല, കോൺഗ്രസ് നേതാവിനോട് ചോദിക്കുകയാണ് എന്തുകൊണ്ടാണ് അപ്പുറത്തിരിക്കേണ്ടി വന്നത്? ജനമിരുത്തിയതാണ്. ഒരു കാലത്തൊരു കാര്യം പറഞ്ഞാൽ ഉച്ചയ്ക്കെങ്കിലും അത് മാറ്റി പറയാതിരിക്കണം, വൈകുന്നേരമെങ്കിലും അത് നിലനിർത്തി പോകണം. ഇത് കാലത്തൊരു വാക്ക്, ഉച്ചക്കൊരു വാക്ക്, വൈകുന്നേരം വാക്ക്, നാളെ വന്ന ഓർമ്മയുണ്ടാവില്ല. 10 ദിവസം കഴിഞ്ഞാൽ ഓനെ ഈ നാട്ടിലും കാണൂല, അപ്പോൾ ഒറ്റ പോക്കാ പോകും. അങ്ങനെ ഒരു പ്രതിപക്ഷ നേതാവ് എൻ്റെ രാജ്യത്തുണ്ടെന്ന് പറയാൻ എനിക്കും താങ്കൾക്കും നാണക്കേടാണ്. ചർച്ചയിൽ നിങ്ങൾ സമ്മതിക്കില്ല, പേഴ്സണലി നിങ്ങൾ സമ്മതിക്കും ഇയാളെ കൊണ്ട് തോറ്റെന്ന്. അത് ഈ രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ്. പക്ഷെ അത് ഭയങ്കര ഫിറ്റായി പോട്ടെ. നാണമില്ലാത്ത അടിയന്തരാവസ്ഥ കാലഘട്ടത്തിലെ വർത്തമാനം എൻ്റെ അടുത്ത് പറയാൻ വരല്ലേ മിസ്റ്റർ റെജി? നിങ്ങൾ ഈ സമൂഹത്തിനകത്ത് പുരുഷന്മാരുടെ അവകാശത്തെ ചോദ്യം ചെയ്തുകൊണ്ട് അവരെ നിങ്ങൾ ബന്ധീകരിച്ചവരാണ്, നിർബന്ധിതമായി ബന്ധീകരിച്ച് ഒരു ബക്കറ്റും കൊടുത്ത് വിട്ടവരാണ്. നാണം കെട്ട രാഷ്ട്രീയ പാരമ്പര്യം വെച്ചോതുന്ന നിങ്ങൾ ഞങ്ങളെ ജനാധിപത്യം പഠിപ്പിക്കുന്നു. മാധ്യമങ്ങൾക്ക് സംസാരിക്കാൻ എനിക്കും റെജിക്കും ഇവിടെ ഇരിക്കാൻ സാധിക്കാതെ വന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അത് പ്രഖ്യാപിച്ച വ്യക്തിയുടെ പേരാണ് ഇന്ദിര എന്ന് പറയപ്പെടുന്നത്. ആ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധി വന്ന് ജനാധിപത്യത്തെ കുറിച്ച് എന്നെ പഠിപ്പിക്കുന്നു. 2, നിങ്ങളുടെ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള മുന്നണിയിൽ ആ പ്രതിപക്ഷ പാർട്ടിയിൽ എത്ര പേരുണ്ട് സാർ? രാഹുലിന്റെ നേതൃത്വം അംഗീകരിക്കുന്നവർ ഒക്കെ കൊഴിഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ? പിന്നെ എന്തുകൊണ്ടാണ് പ്രതിപക്ഷ പാർട്ടിയുടെ നേതാവായിട്ടുള്ള താങ്കളുടെ പ്രതിപക്ഷ നേതാവ്, താങ്കളുടെ പാർട്ടിയുടെ നേതാവ് ഈ വിഷയം പാർലമെന്റിൽ ഉന്നയിച്ച് പാർലമെന്റിൽ വേണ്ട നിലപാടുകളും ചർച്ചകളും ചെയ്തില്ല സാർ? ആ സമയത്ത് പ്രതിപക്ഷം ഒരു കാരണവശാലും ചെയ്തില്ല എന്ന് ഏറ്റവും കൂടുതൽ ഉന്നയിച്ചതും ഇതേ വിദ്യാർത്ഥികൾ. ആ വിദ്യാർത്ഥികൾ പുറത്ത് നടത്തിയ സമരത്തിൽ നിങ്ങൾ എവിടെയായിരുന്നു? അന്ന് നിങ്ങളുടെ നേതാവ് ഇന്ത്യയിലില്ല. നിങ്ങളുടെ നേതാവ് ആദ്യം 365 ദിവസം ഇന്ത്യയിൽ നിന്ന് ഈ നാടിനകത്തെ പ്രശ്നം പരിഹരിക്കാൻ ആദ്യം പറ, ഇവിടെ നിന്ന് നിൽക്കാൻ പറ. ആ സംഭവം പകരം പാർലമെന്റ് മാർച്ച് പ്രഖ്യാപിച്ച സമയത്ത് സകലവിധ കൂട്ടാളികളെയും കൂട്ടുപിടിച്ചുകൊണ്ട് നിങ്ങൾ ആ സമയത്ത് ചെല്ലുന്നത് വരെ എന്തേ നിങ്ങളുടെ നേതാവിന് നേരെ ഉണ്ടായില്ല? എന്തേ നിങ്ങളുടെ പാർട്ടിയിൽ ഇടപെട്ടില്ലല്ലോ? എന്നിട്ട് ഇപ്പൊ അതിന്റെ വക്കാലത്തുമായി നിങ്ങൾ വരുന്നു. നിങ്ങൾ CJPന്റെ ആളാ? നിങ്ങൾ കോൺഗ്രസിന്റെ ആളാണോ? കോൺഗ്രസ് പാർട്ടിയുടെ ആളാണ് എങ്കിൽ കോൺഗ്രസ് പറഞ്ഞിട്ടുണ്ട് അത് ഞങ്ങളുടെ ഉത്തരവാദിത്തമല്ല, ഞങ്ങൾ ആ സമരത്തിന്റെ ക്രെഡിറ്റ് അല്ലെന്ന്. ആ സമരത്തിന്റെ ഒന്നും നിങ്ങൾക്ക് നേടാനാകുന്ന ആളുകളല്ല. നിങ്ങൾ അതിന്റെ പുറകിൽ ഉണ്ടായിരുന്നില്ല, നിങ്ങൾ അതിനകത്ത് ഒരു പങ്കും ഉണ്ടായിരുന്നില്ല. വിദ്യാർത്ഥികൾ ഉന്നയിച്ച ഒരു വിഷയത്തെ സർക്കാർ അഡ്രസ് ചെയ്തിട്ടുണ്ട്, പ്രധാനമന്ത്രി അഡ്രസ് ചെയ്തിട്ടുണ്ട്, കൃത്യമായി മന്ത്രിമാരും അഡ്രസ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ആൾക്ക് ആ കാര്യം തന്നെ അറിയില്ല. രാഹുൽ ഗാന്ധിക്ക് ആ വിഷയം അറിയില്ല സാറേ. ഈ നീറ്റിന്റെ പ്രശ്നമൊന്നും രാഹുൽ ഗാന്ധി അറിഞ്ഞിട്ടില്ല. ഓൻ ഇതൊന്നും ശ്രദ്ധിക്കാൻ നേരമില്ല. പല കാര്യങ്ങളായിട്ട് ഇങ്ങനെ നടക്കും, ഇടയ്ക്കൊന്നും വരും, എന്തെങ്കിലുമൊക്കെ പറയും. അതാണ് സത്യം. രാഹുൽ ഗാന്ധി രാജ്യത്തിന്റെ പുറത്ത് പോകുന്ന സമയത്ത് ആരെയൊക്കെ കാണുന്നുവെന്നും ആരോടൊക്കെ സംസാരിക്കുന്നുവെന്നും എന്തിനെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നുവെന്നും അറിയാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. കാരണം പ്രതിപക്ഷ നേതാവ് എന്ന് പറയുമ്പോൾ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവാണ്. അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നില്ല, അദ്ദേഹത്തിന് ഈ കാര്യം അറിയുമില്ല. അദ്ദേഹത്തിന്റെ സർക്കാർ ഭരിച്ചിരുന്ന സമയത്ത് എത്ര തവണ പേപ്പർ ലീക്കേജ് ചെയ്തിട്ടുണ്ടെന്ന് അദ്ദേഹത്തിന് അറിയില്ല. ആ സമയത്ത് വിദ്യാഭ്യാസ മന്ത്രിമാരെ കുറിച്ച് അദ്ദേഹത്തിന് അറിയില്ല. 1ാം UPA 2ാം UPA അതിற்கு മുമ്പുള്ള സംവിധാനം 2004 മുതൽ 2014 വരെ നിരവധി തവണ ലീക്കേജ് ചെയ്തപ്പോൾ ഈ DYFIയുടെ നേതാവ് ഇരിക്കുന്ന നേതാവിന്റെ പാർട്ടി അടക്കം പിന്താങ്ങുന്ന സമയത്ത് ഇങ്ങനെ ലീക്കേജ്. പഞ്ചാബിൽ എന്താ സാറേ നിങ്ങളുടെ തീരുമാനം? ഒന്ന് പറ. പഞ്ചാബിൽ എന്താ തീരുമാനം? പോട്ടെ, കർണാടകയിൽ നിങ്ങളുടെ മന്ത്രി മധു ബംഗാരപ്പ, രജിക്കറിയോ? ആ മധു ബംഗാരപ്പ എന്ന് രാജിവെക്കും. അവിടെ SSLCയുടെയും അതേപോലെ തന്നെ മറ്റ് PUCയുടെയും പേപ്പർ ലീക്കേജ് ചെയ്തിട്ടുണ്ട്. എന്നാ രാജിവെക്കുക? ഒന്ന് പറ. ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടുണ്ടോ? ഇനി ഞാനിവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞ കരഞ്ഞു പോകും. ഉസ്മാനെ രക്ഷപ്പെട്ടോ.